സ്റ്റാർ ട്രെക്ക് സെക്ഷൻ 31. ഈ ഒരു സിനിമ തിയേറ്ററിക്കൽ റിലീസ് അല്ലായിരുന്നു, ഇത് OTT റിലീസായിരുന്നു. ആമസോൺ പ്രൈമിൽ എനിക്ക് ഒരു സിനിമ അവൈലബിൾ ആണ്. ഈ സ്റ്റാർ ട്രെക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫ്രാഞ്ചൈസിയാണ്, ഒരു വലിയ യൂണിവേഴ്സാണ്. പക്ഷേ ഈ മോഡേൺ സിനിമയിൽ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ പോയൊരു സാധനമാണ്. 60s ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ക്രിയേഷനൊക്കെ വരുന്നത്. സ്റ്റാർ ട്രെക്ക് ഒറിജിനൽസ് എന്ന് പറയുന്ന ആ ഒരു സീരീസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേയധികം സീരീസുകളാണ് ഇവർ ചെയ്തത്. പിന്നെ ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു 2009 എന്താണെന്ന് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഈ പറയുന്ന പോലെ അത്ര ഭയങ്കര കിടിലൻ സിനിമ ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു റേഞ്ചിൽ പോകുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ പോയ ഒരു സാധനം എന്നൊക്കെ വേണമെങ്കിൽ പറയും. സ്റ്റാർ വാർസ് പോലെ, ഡ്യൂൺ പോലെ ഒന്നും അത്ര പോപ്പുലറായ ഒരു ഫ്രാഞ്ചൈസി ഒന്നും അല്ല. പക്ഷേ ഒരു കിടിലൻ യൂണിവേഴ്സാണോ, നല്ല കിടിലൻ വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഉള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പം അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ഈ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയിലെ ജസ്റ്റ് ചെറിയൊരു പാർട്ട് മാത്രമാണ് ഈ സെക്ഷൻ 31 എന്ന് പറയുന്നത്. ഈ സിനിമ കാണാനായിട്ട് പോയതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതിനകത്ത് മിഷേൽ ലിയോ ഉണ്ടതുകൊണ്ടാണ്. പുള്ളിക്കാരി എടുക്കുന്ന സിനിമകളെല്ലാം ഒരു സ്റ്റാൻഡേർഡ് കാണും. പുള്ളിക്കാരി എടുക്കുന്ന അത്ര സെലക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പം അത് പ്രതീക്ഷിച്ച് പോയി. പക്ഷേ ഈ സിനിമയിൽ അത്ര കാര്യമായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഇമ്പാക്റ്റ് തരുന്നില്ല സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു മിസ്സിങ് എലമെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നു. കാരണം സിനിമ അത്ര ശരിയായിട്ടല്ലല്ലോ പോകുന്നത്. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ തരില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നു. പിന്നെ പോകെ അത് കൂടിക്കൂടി വരുന്നു. ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത്, ഒരു തേർഡ് ആക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലത്തെ ഒരു ക്ലൈമാക്സ്, കണ്ടുമടുത്ത ക്ലൈമാക്സ് നമ്മൾ പറയില്ലേ, അങ്ങനെ ഉള്ളൊരു ക്ലൈമാക്സ് ഒക്കെയാണ് ഞാൻ സെറ്റ് വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഈ സിനിമയുടെ കുഴപ്പം. ഒരു പവർഫുൾ വില്ലൻ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു പോരായ്മയാണ് സിനിമയുടേത്. കാരണം ഒരു വലിയ വെപ്പണൊക്കെ ഉണ്ട്, അതായത് എൻ്റെ യൂണിവേഴ്സിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന വെപ്പണൊക്കെ ഉണ്ട്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വില്ലൻ ഇല്ലാതായി പോയി സിനിമയിൽ. പിന്നെ ഇതിലെ ലീഡിങ് ക്യാരക്ടേഴ്സ് എല്ലാം ഈ സെക്ഷൻ 31 എന്ന് പറയുന്നത് ഇവരുടെ പാസ്റ്റിൽ ഇവർ ഭയങ്കര ക്രിമിനൽസ് ആയിരുന്നു. അവരെ വെച്ചിട്ട് നടത്തുന്ന ഒരു സെക്ഷനാണ്, ഈ സ്റ്റാർ ഫ്ലീറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ്. അപ്പം അവർക്ക് അവരുടേതായ റൂൾസ് ഉണ്ട്. അവർ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആളുകളൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് മിഷൻസൊക്കെ ഉണ്ട്. അപ്പം അവർ ഹാൻഡിൽ ചെയ്യുന്നൊരു മിഷനാണ് ഇതിനകത്ത് ഈ പറയുന്ന ഒരു മിസ്ലീഡിങ് വെപ്പൺ, ആ ഒരു വെപ്പണിൻ്റെ വെപ്പൺ കാണാതെ പോകുന്നു, ആ സാധനം കണ്ടുപിടിക്കാനായിട്ടൊക്കെ പോകുന്നതൊക്കെയാണ്. അങ്ങനെ പോകുന്നൊരു സീരീസ്, ഇതേ സ്റ്റോറി നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്റ്റോറി പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. മിഷേൽ ലിയോ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ വേസ്റ്റ് സിനിമകളിലൊന്നായിരിക്കും ഇതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ പുള്ളിക്കാരുടെ ആക്ടിങ്ങിൽ തന്നെ പ്രത്യേകിച്ചൊന്നും പുള്ളിക്കാരിക്ക് ആക്ട് ചെയ്യാനില്ല, വെറുതെ വന്ന് എന്തൊക്കെയോ പറഞ്ഞാൽ മതി. അങ്ങനെയുള്ളൊരു സിനിമ ഈ ഒരു സ്റ്റാർ ട്രെക്ക് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാതെ പോയത് കൊണ്ട് തന്നെ ആയിരിക്കും അവരിങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി ഈ സിനിമ ഇറക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ആളുകളൊന്നും സ്റ്റാർ ട്രെക്കിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വലിയ ഫാൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ. ഈ പണ്ടത്തെ, അതായത് ആദ്യത്തെ സാധനങ്ങളൊക്കെ കണ്ട കുറച്ച് ഫാൻസ് മാത്രമേ ഉള്ളൂ. ഇറക്കിയില്ലായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ അവരെന്തോ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർ ട്രെക്ക് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി സ്റ്റില്ലുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ റിലീസ് ചെയ്തതാണെന്ന് സിനിമ. പക്ഷേ സംഭവം പാളിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു ബെറ്റർ സ്റ്റോറി ആയിരുന്നു, ഒരു ബെറ്റർ വില്ലനായിരുന്നു എന്നുണ്ടെങ്കിൽ സിനിമ കണ്ടിരിക്കാനായിട്ട് കുറച്ചെങ്കിലും ഒരു ഫീൽ ഉണ്ടായേനെ, അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമല്ലോ, അതായത് കാണുന്ന ഓഡിയൻസിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമല്ലോ. അതില്ലാന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1.5 മണിക്കൂറേ ഉള്ള സിനിമ. നമ്മൾ വെറുതെ, അതായത് വേറെ ഒന്നും കാണാനില്ല, ലിറ്ററലി ഒന്നും കാണാനില്ല, എന്നാൽ പിന്നെ ഈ സിനിമ കാണാം എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ മാത്രം സിനിമയെ അപ്രോച്ച് ചെയ്യുക. സ്റ്റാർ ട്രെക്ക് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും സ്റ്റാർ ട്രെക്കിൽ എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ സിനിമയും 1-2 ചില സീരീസുകളൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈവൻ ആ ഒരു സ്റ്റാർ ട്രെക്ക് ഒറിജിനൽസ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം എനിക്കും ഫുൾ ഇതിനെ പറ്റിയിട്ടൊന്നും ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനായിട്ട് അറിയില്ല. പക്ഷേ ഉള്ളത് വെച്ചിട്ടൊക്കെയാണ് ഈ സംസാരിച്ചത്. എവിടെയൊക്കെയോ മിസ്സിങ് എലമെൻറ്റ്സ് ഉള്ളൊരു സാധനം സെക്ഷൻ 31. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസസ് വളരെ കുറവാണ്. പറയേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങൾ അഥവാ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. പിന്നെ ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ഗൈസ്.